കർമാനൂസ് ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. നാട്ടുകാരെ കൊല്ലാനാണോ KSRTC സർക്കാർ സംരക്ഷിക്കുന്നത്? ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ ദുരവസ്ഥയാണ് കർമാനൂസ് ഇപ്പോൾ പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. ഇവിടെ പൊഴിയൂർ സ്വദേശിയായ 24 വയസ്സുള്ള ആന്റണിയും 2.5 മാസം ഗർഭിണിയായ ഭാര്യ വിജിതയും 1 വയസ്സുകാരൻ അബ്രോൺ എന്ന മകനും സഞ്ചരിച്ച ബുള്ളറ്റാണ് വലിയ വേളിയിൽ വെച്ച് റോങ് സൈഡിൽ കയറി വന്ന KSRTC ബസ് ഇടിച്ച് തെറിപ്പിച്ചത്. ഇത് അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് കർമാനൂസ് പുറത്തുവിടുന്നത്. മെഡിക്കൽ കോളേജിൽ വലിയ ചിലവ് മുടക്കിയാണ് ഈ നിർധന കുടുംബം ചികിത്സ നടത്തുന്നത്. മെഡിക്കൽ കോളേജിൽ വന്നാൽ അവരെ നമുക്ക് കാണാം. ഒരാൾ കയ്യും കാലും ഒടിഞ്ഞ് വാർഡിൽ കിടക്കുന്നു. മറ്റൊരാൾ ബോധം പോലുമില്ലാതെ സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയാതെ ICUവിൽ കിടക്കുന്നു. ഇതൊന്നും അറിയാതെ പുറത്ത് ഈ 1 വയസ്സുകാരൻ മകനെ പോലും തിരിച്ചറിയാതെ കിടക്കുന്ന ഈ ഒരു കുടുംബത്തിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം സർക്കാരും KSRTCയുമാണ്. വിജിത ഇപ്പോൾ 8 ദിവസമായി ICUവിലാണ്. വിജിതയുടെ അമ്മ ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. അമ്മയോട് ചോദിക്കാം, ഇപ്പോൾ വിജിത ഇപ്പോൾ 8 ദിവസമായി ICUവിൽ കിടക്കുന്നു. ഇപ്പോൾ വിജിതയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് അമ്മ? അവൾക്ക് ഓർമ്മ വരുന്നു, പോകുന്നു. ഓർമ്മ വന്നാലും ആൾക്കാരെ തിരിച്ചറിയുന്നില്ല. അത്രയ്ക്കും ക്രിറ്റിക്കലാണ്. ഈ വലത് കാതിൻ്റെ ഭാഗത്തോട്ടായിട്ട് അടി കിട്ടിയിട്ടുണ്ട്. ഇവിടെ തയ്യലുണ്ട്. വലത് കാല് കമ്പി ഫുള്ളിട്ടിരിക്കുകയാണ്. ഇടത് കാലിൽ തയ്യലിട്ട് ഉറയിട്ടിരിക്കുകയാണ്. ഈ മുതുക് തൊട്ട് ഇങ്ങറ്റം വരയ്ക്കും മൊത്തം വളിഞ്ഞ് ഉറഞ്ഞ് നല്ല പാട്, മുറിവ്, ശരീരം ആകെ മുറിവാണ്. അവൾക്ക് എഴുന്നേറ്റിരിക്കാൻ പറ്റത്തില്ല. ഓപ്പറേഷൻ 2 കഴിഞ്ഞു. ഇന്നലെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, 1-ാം തീയതി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ അവൾ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ആരെങ്കിലും മുഖത്തോട് മുഖം ഒന്ന് നോക്കിയാൽ മാത്രമേ ഈ അമ്മയാണു എന്നുള്ളത്, അല്ലെങ്കിൽ സൗണ്ട് കേട്ടാൽ മാത്രമേ ഈ അമ്മയാണെന്നുള്ളത് അവൾ അറിയുന്നുണ്ട്. അല്ലെങ്കിൽ അവൾക്ക് ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ICUവിലാണ്. എൻ്റെ മോളുടെ അവസ്ഥ പറ്റുന്നില്ല. എൻ്റെ മോളുടെ ജീവൻ എനിക്ക് അപകടത്തിലാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ് എൻ്റെ അടുത്ത്, നിങ്ങളെ മോളെ എനിക്ക് തിരിച്ചു തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, മരുമോനെ തിരിച്ചു തരാൻ കൊച്ചിനെ ചേച്ചി നോക്കിക്കുമെന്ന്. അന്ന് ഞാൻ തീർന്നു പോയതാണ്. എൻ്റെ ജീവൻ പാതിപ്പോയി. ഹായ്, എൻ്റെ പേര് വിപിൻ. നമ്മളിപ്പോഴീ നമ്മളെ വിജിത മാഡത്തിനടുത്താണ് ഇരിക്കുന്നത്. മാഡത്തിന് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഞാൻ ഈ പ്രോഡക്റ്റ് കൊടുത്തതാണ്. അപ്പം പുള്ളിക്കാരിക്ക് ഒരു ആക്സിഡന്റിൽ കൂടെ എനിക്ക് നടക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായി. ഒരു പരീക്ഷണം പറയും പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തതാണ് ഈ പ്രോഡക്റ്റ്. അപ്പോഴേക്കും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിൻ്റെ ഒരു 100% റിസൾട്ട് വരും. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് മാഡം പറഞ്ഞു തരും. എൻ്റെ പേര് വിജിത, ഞാൻ പൊഴിയൂരുള്ളതാണ്. എനിക്ക് ഒരു മാർച്ച് 1-ാം തീയതി ഒരു KSRTC ബസ് ഇടിച്ചിട്ട് ആക്സിഡന്റ് ഉണ്ടായി. അത് അപ്പോൾ തന്നെ ഒരു 4 സർജറി കഴിഞ്ഞു. കാല് അനക്കാനൊന്നും പറ്റാത്ത സ്ഥിതിയിൽ കട്ടിൽ മൊത്തത്തിലേക്ക് ഇടയിലായിരുന്നു. കാലിൽ കമ്പി ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ബ്രദർ കൊണ്ടുവന്ന് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ വിശ്വസിച്ച് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല റിസൾട്ട് ഇങ്ങനെ ഇത്രയ്ക്ക് പോസിറ്റീവായിട്ട് വരുമെന്ന്. കാല് നന്നായിട്ട് മടങ്ങുന്നുണ്ട്. ഇപ്പോൾ നേരത്തേനേക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് ഒരു ബാലൻസും ഇല്ലാതെ ഞാൻ നടക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനും പുള്ളിക്കാരന് കൈ പൊട്ടലുണ്ടായിരുന്നു. സർജറി കഴിഞ്ഞിട്ട് ഒരുമിച്ചാണ് ആക്സിഡന്റ് ആയത്, ഹസ്ബൻഡിനും എനിക്കും കൂടെ. അപ്പോൾ പുള്ളിക്ക് കൈ പൊട്ടി, കൈ മടങ്ങത്തില്ലായിരുന്നു, പകുതിയെ മടങ്ങത്തുള്ളായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, വീണ്ടും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഫിസിയോയ്ക്ക് പോകൂ, പറ്റുമെങ്കിൽ നിവരട്ടെ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം പുള്ളിക്ക് നല്ല ചെയ്യുന്നുണ്ട്. കൈ ഫുള്ളായിട്ട് നിവർന്ന് നന്നായിട്ടിപ്പോൾ ഏകദേശമായി. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. പുള്ളി ഇപ്പോൾ ജോലിക്കൊക്കെ പോയി തുടങ്ങി. ആളെപ്പോഴും ഒരു ഓട്ടത്തിന് പോയേക്കാണ്. പുള്ളി ഡ്രൈവറാണ്. ഓക്കെ.